ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് ചേപ്പാറ റോക്ക് ഗാർഡനിലാണ്. ഈ കാണുന്നതാണ് ചേപ്പാറ റോക്ക് ഗാർഡൻ. അപ്പോൾ നമുക്ക് മുകളിൽ കയറിയിട്ട് അവിടുത്തെ വിഷ്വൽ എന്താണെന്നുള്ളത് കാണാം. അപ്പോൾ അവർ മേളിലേക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു കൈവരി പോലെ ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് വെച്ച് ചെയ്തിട്ടുണ്ട്. വർഷക്കാലത്ത് നമുക്കത് ഉപകാരമായിരിക്കും. കയറി നോക്കാം മേളിൽ പോയിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത്. കുറേ ആൾക്കാരും മേളിൽ പോയിട്ടുണ്ട്. ഇത്ര നേരത്തെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ഥലമായിരിക്കണം. നമുക്കൊന്ന് പോയി നോക്കാം എന്തായാലും. പറഞ്ഞ വിചാരിച്ചത്ര ഒരു ഇമ്പാക്റ്റൊന്നും ഉണ്ടായില്ല അവിടെ. ജസ്റ്റ് പാറപ്പുറം അത്രേ ഉള്ളൂ, ഒന്നുമില്ല. ഫോട്ടോഷൂട്ടിന് വേണ്ടി വരുന്നവർക്ക് കാലം വന്നാൽ കുറച്ച് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ പിന്നെ മോർണിംഗ് വാക്കിന് വരുന്നവർക്ക് പറ്റുള്ളത്. ജസ്റ്റ് ഒരു പാറപ്പുറം മാത്രമേ ഉള്ളൂ, അത് കൂടുതലൊന്നും കാണാനൊന്നുമില്ല. പിന്നെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ വർഷക്കാലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, മഴ സമയത്ത് ചിലപ്പോൾ നല്ല വൈബായിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അങ്ങ് ദൂരെ ഒരു 3 റൗണ്ട് കാണുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം അതെന്താണെന്നുള്ള അറിയാം. ഇവിടെ മുനിയറ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. മുനിയറ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നോക്കി നോക്കാം, എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളതെന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു മുനിയറ. ഇവിടെ ഈ ഒരു പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. ഇത് കമ്പിട്ടിട്ട് ചുറ്റും വളച്ച് വെച്ചിരിക്കുകയാണ്, അവർ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും കയറാതിരിക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പോർഷനാണ് മുനിയറ. ഇവിടെ അത്യാവശ്യം ചെടികളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, പക്ഷേ വെള്ളം ഒഴിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാം ഉണങ്ങിപ്പോയി, ഒരുപാടുണ്ട്. ഇതിന് ചുറ്റും ചെടികൾ വെച്ചിട്ടുണ്ട് ഒരു കവറിലാക്കിയിട്ട്. മുനിയറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നേരത്തെ കാണിച്ചെന്ന പോലത്തെ ചെറിയൊരു ഇതാണെന്ന് തോന്നുന്നു മുനിയറ ആയിട്ടുള്ളത്. നമുക്കിതൊന്ന് നോക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ മുനിയറ. ഈ 3 റൗണ്ടിലും നടുവിലാണ് ഈ മുനിയറ ഉള്ളത് കേട്ടോ. അപ്പോൾ 3 മുനിയറകളുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് ചെറിയൊരു തടാകമുണ്ട്, ഒരു ചെറിയൊരു ചെക്ക് ഡാം പോലെ തടാകം, വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. ആ വിഷയം ഞാൻ കാണിച്ചു തരാം. പിന്നെ അവിടെ പറയാൻ മാത്രം എന്ന് വെച്ചാൽ ലോങ് സൈഡിലേക്ക് കുറച്ച് വ്യൂസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മഞ്ഞും മഴയുള്ള സമയത്തൊക്കെ വന്നാൽ നല്ലൊരു വൈബ് ഉണ്ടായിരിക്കും. ഞങ്ങൾ വന്ന സമയം കുറച്ച് മോശമാണ്. 3 മുനിയറകളുണ്ട് ഇവിടെ. അത് 3ഉം ഇങ്ങനെ കമ്പി വേലി പോലെ കെട്ടി വെച്ച് ഇങ്ങോട്ട് അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വേദനാജനകമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഒരു 2 ഇതിൻ്റെ ചുറ്റും കുറേ ചെടികൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കാത്ത കാരണം എല്ലാം ഉണങ്ങിപ്പോയി. ഒന്നാമത് പാറപ്പുറമാണ്, രണ്ടാമത് കറക്റ്റ് വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണങ്ങിപ്പോവും. അപ്പോൾ അത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറുകളിലായ കാരണം അതിൽ വെള്ളം നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ അതെല്ലാം ഉണങ്ങിപ്പോയി. ബാക്കിയുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ഏരിയ ഉണ്ട്, ഈ പാറപ്പുറം അത്യാവശ്യം ഏരിയ ഉണ്ട്. അങ്ങ് ദൂരെ വരെ ഉണ്ട് സംഭവം. ആ കാണുന്നതാണ് ചെറിയൊരു തടാകം എന്ന് പറഞ്ഞത്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെ കണ്ട വേറെ സംഭവം എന്താ വെച്ചാൽ ഇരിക്കാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇരിക്കാനുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട തടാകം ഇതാണ്, ചെറിയൊരു തടാകമാണിത്. ആ സൈഡ് ചെറിയൊരു തടയണ പോലെ കെട്ടി നിർത്തിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. ഇത്ര വലിയൊരു പാറപ്പുറത്ത് കുറച്ച് വെള്ളം നിൽക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ്. നമുക്ക് കിടക്കുന്ന കൈയും കാലും മുഖമൊക്കെ കഴുകണമെന്ന് വെച്ചാൽ നൈസാണ്. കപ്പിൾസിന് പറ്റിയ സ്ഥലം കേട്ടോ. ഇഷ്ടം പോലെ കപ്പിൾസ് വന്നിട്ടുണ്ട് ഞങ്ങൾ വന്ന സമയം കൊണ്ട്. 6 മണിക്കൊക്കെ ഇവിടെ കപ്പിൾസ് വന്നിരിക്കണം. ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി. ആ കപ്പിൾസിനൊക്കെ ഇത്രയും ആത്മാർത്ഥത ഉണ്ടെന്നുള്ള ഞാൻ എപ്പോഴാണ് മനസ്സിലായത്. നമ്മളൊക്കെ ചുമ്മാ സമയം കളഞ്ഞു നടക്കും. ഞാൻ പറഞ്ഞില്ലേ കപ്പിൾസിന് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണെന്ന്. 2 പേര് വന്നിരിക്കണുണ്ടോ? അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ നിന്ന് സൂര്യൻ ഉദിച്ച് വരും. അതൊരു നല്ലൊരു വ്യൂ ആയിരിക്കും തോന്നുന്നുണ്ട്. അത് മാത്രം കാണാനൊരു ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു, വേറെ കാണാനൊന്നും ഇല്ല. അപ്പോൾ അത് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ ചരിത്രമൊന്നും എനിക്കറിയില്ല. ഈ മുനിയറകളൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടുത്തെ കാണാനുള്ള ഒരു ആംബിയൻസും അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ തടാകം അങ്ങനെയുള്ള സംഭവം അത് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്, അടിപൊളിയായിട്ട് നല്ല ബെഞ്ച് പോലെ കുറേ സ്ഥലങ്ങളിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നിരുന്ന് സംസാരിക്കാനും വർത്താനം പറയാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത്തിരി പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വർഷക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നല്ലൊരു വ്യൂ ആയിരിക്കും. വ്യൂ മീൻസ് കുറച്ച് പച്ച ഗ്രീനിഷൊക്കെ കയറിയിട്ട് നല്ല രസമായിരിക്കും കാണാൻ തോന്നുന്നു. അപ്പോൾ വർഷക്കാലത്തൊക്കെ ബൈക്ക് റൈഡേഴ്സിന് ചിലപ്പോൾ ഒരു ഫീൽ ഉണ്ടാവും. കുറച്ച് ദൂരം നിന്നൊക്കെ വന്നാലും കുഴപ്പമില്ല.
ഈ നമ്മൾ കാറൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് കാണാനുള്ള ഒരു ആംബിയൻസ് ഒന്നുമില്ല. കൂടുതലും പാറ തന്നെയാണ്. പിന്നെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. ഈ കാണുന്നതെല്ലാം വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് ഉപകാരപ്പെടും തോന്നുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വലിയ പ്രതീക്ഷയിൽ വന്ന ടീമാണ്. വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം മഹേഷും ജിതിനും രണ്ടുപേരും കൂടെ വന്നതാണ്. ഇത് ഇവിടെ വന്നപ്പോൾ തന്നെ റിയാക്ഷൻ മാറി അവരുടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം എന്താ വെച്ചാൽ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് സൊറ പറയാൻ പറ്റിയ സ്ഥലമാണ്. ഈ ദൂരം നിന്ന് വരുന്നവർക്ക് കാണാൻ മാത്രമുള്ളതൊന്നുമില്ല, ഒരുപാട് അകലെ നിന്ന് വന്നിട്ട് കാണാൻ മാത്രമുള്ളതൊന്നുമില്ല. 3 മുനിയറകൾ മാത്രമേ ഉള്ളൂ. പിന്നെ വെച്ചാൽ ഈ പറഞ്ഞ ഈ തടാകം കൂടെ ഉണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വന്നിട്ട് സൊറ പറയാനും കപ്പിൾസിന് വന്നിട്ട് ഇരിക്കാനും പറ്റിയ സ്ഥലമാണ്. അവർക്ക് വന്നിരുന്ന് കുറച്ചേരം വർത്താനൊക്കെ പറയാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. അല്ലാതെ അതിൽ കൂടുതൽ കാണാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളതൊന്നും ഇല്ല ഇവിടെ. പിന്നെ അപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ ചെറിയ 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 മലനിരകൾ കാണാം. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്ക് നഷ്ടമായിരിക്കും, ദൂരെ നിന്ന് വരാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അടുത്തുള്ളവർക്കൊക്കെ അടിപൊളിയാണ്, വന്നിരുന്ന് കുറച്ചൊരു വർത്തമാനം പറയാനും മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമ്മളെ സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു സൺറൈസെങ്കിലും കാണാൻ പറ്റുമെന്ന് കരുതി, പക്ഷെ നടന്നില്ല. സൺറൈസ് സൂര്യൻ അത്യാവശ്യം വെള്ളി പൊന്തിയിട്ട് ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലും കാണാൻ പറ്റിയെങ്കിൽ കാണിച്ചില്ലെങ്കിൽ ഇപ്പോൾ 10 മണിക്കാവും തോന്നുന്നുണ്ട് സൂര്യനെ കാണണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കാറ്റുണ്ട്. മഴക്കാലത്തൊക്കെ വന്നാൽ ചിലപ്പോൾ തണുത്ത് ഉറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദേശാടനം കഴിഞ്ഞ് ഞങ്ങൾ മല ഇറങ്ങിയാണ്. മഹേഷ് സ്റ്റുഡിയോ 7 ആൻഡ് ജിതിൻ സ്പാരോ. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത വീഡിയോ ഇട്ട് വരും. അതുവരെയും സൈനിങ്.